ഫ്രണ്ട്സ്, അപ്പോൾ ഞാനൊരു പുതിയ എൻജിൻ ഗാർഡ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. സ്പ്ലെൻഡറിന് ഡയറക്റ്റ് ഫിറ്റാണ്. നമ്മുടെ സ്റ്റോക്ക് വരുന്ന പോലെ തന്നെ വന്നേക്കാണ്. നമ്മൾ എക്സ്ട്രാ ക്ലാമ്പുകളോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. അപ്പോൾ ഈ ഒരു ക്ലാമ്പ് നമ്മുടെ ക്രാഷ് ഗാർഡിൻ്റെ താഴെ വരുന്ന 2/13 ബോൾട്ടിൽ ഡയറക്റ്റ് സ്യൂട്ടാണ്. നമുക്ക് യാതൊരുവിധ ക്ലാമ്പുകളോ കാര്യങ്ങളൊന്നും എക്സ്ട്രാ അഡീഷണൽ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതെനിക്ക് വേറൊരു കോയമ്പത്തൂരിൽ നിന്ന് എനിക്കൊരു ഫ്രണ്ട് തന്നതാണ്. ഞാനിപ്പോൾ നമുക്കിപ്പോൾ ഇത് ഇപ്പോൾ ഇറങ്ങിയത് കൊണ്ടായിരിക്കണം ഇതിപ്പോൾ 500 രൂപയുടെ അടുത്ത് ഇതിന് പ്രൈസ് വരുന്നുണ്ട്. ചിലപ്പോൾ ഇത് ബൾക്കായിട്ട് ഇറങ്ങുന്ന ടൈമിൽ റേറ്റ് കുറയുമായിരിക്കും. അപ്പോൾ ഇത് ആമസോണിലും ഈ സാധനം അവൈലബിൾ ആണ്. ഇത് ആമസോണിൽ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ സാധനം വേണ്ടവർക്ക് ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. 500 രൂപയുടെ അടുത്ത് അങ്ങോട്ട് റേറ്റ് വരുന്നുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ബൾക്കായിട്ട് ഇറങ്ങുന്ന ടൈമിൽ റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഫൈബറാണ്. പൊട്ടോ ഇങ്ങനെ ഇങ്ങനെ ബെൻഡാവുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. അത് കാരണം നമുക്ക് പൊട്ടും അങ്ങനെയുള്ള പേടികളൊന്നും വേണ്ട. അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഫിറ്റാണ്. അപ്പോൾ ഫിറ്റിങ്ങിൻ്റെ കാര്യം ഇപ്പോൾ നമുക്ക് പുറത്തൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ചെയ്യേണ്ടി വരും, എക്സ്ട്രാ ക്ലാമ്പ് അടിക്കേണ്ടി വരും എന്നുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇതെങ്ങനെ വണ്ടിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഈ 2 ബോൾട്ടും അഴിച്ചിട്ട് നമുക്ക് ഈ ക്ലാമ്പ് ഊരിയെടുത്തിട്ട് ആദ്യം ക്ലാമ്പ് നമ്മുടെ 13 ബോൾട്ടിൽ സെറ്റ് ചെയ്തിട്ട് വേണം എൻജിൻ ഗാർഡ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ആദ്യം ഇത് നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ക്ലാമ്പ് രണ്ടും അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ക്ലാമ്പ് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ആ ക്രാഷ് ഗാർഡ് വരുന്ന താഴത്തുള്ള ബോൾട്ടിലേക്ക് സെറ്റ് ചെയ്ത ശേഷം നമുക്ക് എൻജിൻ ഗാർഡ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബോൾട്ടും ഞാൻ ഈ ഒരു ക്ലാമ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോൾട്ട് ഇതുപോലെ തന്നെ അഴിച്ചെടുക്കുക. ഈ ക്ലാമ്പ് ഇതുപോലെ തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് തന്നെ ടൈറ്റ് ചെയ്തെടുത്താൽ മതിയാവും. നമ്മൾ അത്യാവശ്യം ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡയറക്റ്റ് അത് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എൻജിൻ ഗാർഡ് കയറ്റി വെച്ചിട്ടുണ്ട്. ഈ 10 ബോൾട്ട് ഇട്ട് 2 സൈഡും നന്നായി ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു 10 ബോൾട്ട് നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു ബോൾട്ട് ഉണ്ട്. അതുകൂടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അവസരം നമുക്ക് എങ്ങനെയാണ് ഒരു ലുക്ക് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ എൻജിൻ ഗാർഡിൻ്റെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാനിപ്പോൾ ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്തെന്നുള്ളത് ടോട്ടലൊന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ക്രാഷ് ഗാർഡിൻ്റെ താഴെ വരുന്ന 2 ബോൾട്ട് അഴിച്ചു. അതുപോലെ തന്നെ നമ്മൾ എൻജിൻ ഗാർഡിൻ്റെ ക്ലാമ്പിൽ നിന്ന് ഈ ഒരു 10 ബോൾട്ട് എടുത്തിട്ട് നമ്മളത് അഴിച്ചു മാറ്റി. എന്നിട്ട് നമ്മൾ ഡയറക്റ്റ് ക്ലാമ്പ് ഈ ഒരു നമ്മുടെ ക്രാഷ് ഗാർഡിൻ്റെ 2 ബോൾട്ടിൽ സെറ്റ് ചെയ്തു. നമ്മൾ പിന്നീട് ഈ ഒരു 10 ബോൾട്ട് അപ്പുറം ഇപ്പുറം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതാണൊരു ടോട്ടൽ ലുക്ക്. ഞാൻ ഇപ്പുറ സൈഡ് കാണിച്ചു തരാം. സൈലൻസറിൻ്റെ ഭാഗം സൈലൻസർ മുട്ടുന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. കറക്റ്റ് ഫിറ്റിംഗ് ആണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഗ്യാപ്പ് കാണുന്നില്ല. എൻ്റെ ക്രാഷ് ഗാർഡ് ചെറിയൊരു ബെൻഡ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ടോട്ടൽ വലിയ കുഴപ്പമില്ല, ഒരു ആവറേജ് ലുക്ക് ഉണ്ട്.
നമുക്ക് ഒരു വീഡിയോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണുമ്പോൾ ഒരു ആവറേജ് ലുക്കുണ്ട്, വെളിച്ചത്തിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. ഒരു പ്രീമിയം ലുക്കുണ്ട്. ഒരു സെഡിൻ്റെ എൻജിൻ കാർഡൊക്കെ നമ്മൾ വയ്ക്കുമ്പോൾ നമ്മൾ അഡീഷണൽ വെച്ചതാണെന്ന് അറിയുന്ന ഒരു പ്രോബ്ലം ഈ ഒരു എൻജിൻ കാർഡ് വയ്ക്കുമ്പോൾ ഇല്ല. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഈ ഒരു എൻജിൻ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ ആ ഒരു ആമസോണിൻ്റെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളവർ മേടിക്കുക. ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക, ചിലപ്പോൾ റേറ്റ് കുറയുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റുകൾ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം.